ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് എല്ലാവരും മുന്തിത്തള്ളി ലാലേട്ടനൊക്കെ നേരിട്ട് പോയി വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. രേണു സുധിയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് കാശ് കിട്ടാനല്ലേ എന്ന് ചോദിക്കുന്നവരോട് രേണു സുധിയെക്കുറിച്ച് കേൾക്കാനായിട്ട് മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ബിഗ് ബോസിന് പണി കിട്ടിയ, ബിഗ് ബോസിന് പണി കൊടുത്ത രേണു സുധിയെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ രേണു സുധി എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു പേര് രേണു സുധിയുടേതായിരിക്കുന്ന ഒരു പീക്ക് ടൈമിലാണ് ബിഗ് ബോസിലേക്ക്, അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാം രേണു സുധി വന്നതുകൊണ്ട് തന്നെയാണ് രേണു സുധിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 6-7 മാസത്തിൻ്റെ ഇടയിൽ രേണു സുധി അത്ര ഫേമസ് ഒന്നും ആയിരുന്നില്ല. അവരുടെ കഷ്ടപ്പാടിനും അവരുടെ നിലനിൽപ്പിനും അവർക്ക് ജീവിക്കാനുള്ള വകയ്ക്കും വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ഇൻ്റർവ്യൂ എടുത്തു, അതൊക്കെ എടുത്ത് ട്രോൾ ചെയ്തു. അങ്ങനെ അവർ ഒരു വലിയ സെലിബ്രിറ്റി ആക്കി മാറ്റിയതാണ് ഈ ഒരു സൊസൈറ്റി. പക്ഷേ ബിഗ് ബോസിലേക്ക് വലിയ കാര്യത്തെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾക്കും അല്ലെങ്കിൽ മറ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും ഓക്കെ, ഇനി അങ്ങോട്ട് ഡെയിലി കോണ്ടന്റ് ആണ്, ഇനി രേണു സുധിയെ വെച്ച് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം എന്നൊക്കെ കരുതി ബിഗ് ബോസും കുറേ റേറ്റിംഗ് കിട്ടും എന്നൊക്കെ കരുതി. പക്ഷേ ശരിക്കും ബിഗ് ബോസിലേക്ക് പോയ രേണു സുധി എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ആഴ്ച എങ്ങനെയോ ഭാഗ്യത്തിന് ആ പറയുന്ന അക്ബർ ഒരു വാക്ക് യൂസ് ചെയ്തു, രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ ഒരാഴ്ച എന്തായാലും രേണു സുധിയുടെ കുറേ കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നു, അത് കറക്റ്റായിട്ട് ചോദിച്ചു. അപ്പോൾ രേണു സുധി പുറത്ത് വേറൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് അകത്ത് കാണിച്ചു. അങ്ങനെ ആ ആഴ്ച കുശാലായി. രണ്ടാമത്തെ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോയത് കൊണ്ട് തന്നെ ഈ പറയുന്ന അക്ബറിന് മാപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ അത് രണ്ടാമത്തെ ആഴ്ച സോൾവ് ചെയ്ത് വിടുന്നതായിരുന്നു സീൻ. ഇനി മൂന്നാമത്തെ ആഴ്ചയിൽ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് രേണു സുധിക്ക് പറയാൻ. ശരിക്കും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും വഴക്കുകളും അതുപോലെ ഗെയിമുകളുടെ ഇടയിലെ കുറേ കാര്യങ്ങളും ഒക്കെ നടന്നു. അതിനിടയ്ക്ക് ഒരു ജയിൽ ടാസ്ക് വന്നപ്പോൾ ജയിലിലും കിടക്കേണ്ടി വന്നു. അത് രണ്ടാമത്തെ ആഴ്ചയാണ് കേട്ടോ. ആ രണ്ടാമത്തെ ആഴ്ചയിൽ രേണു സുധി ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ പിടിച്ചിടുന്നത്. ആ ജയിലിലെ പ്രകടനം അടിപൊളിയായിരുന്നു. എന്തൊക്കെയാണേലും ഒരു ഉശിരുള്ള ഒരു സ്ത്രീയാണ്, അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് തെളിഞ്ഞു. കാരണം ആ ഒരു അച്ചാറിടുന്നതായിരുന്നു ടാസ്ക്. നാരങ്ങയും നെല്ലിക്കയും എടുത്ത് കറക്റ്റായിട്ട് ആ ഒരു ഭരണിയിലൊക്കെ ഇടാൻ രേണു സുധിക്ക് സാധിച്ചു. അപ്പോൾ അതിനുശേഷം ലാസ്റ്റായിട്ട് രേണു സുധി ഫ്ലവർ അല്ലടാ, രേണു സുധി ഫയർ ആടാ എന്ന് ഈ പറഞ്ഞ ഈ സെയിം സംഭവം തന്നെ ഏഷ്യാനെറ്റ് കുറേ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആഴ്ചയിൽ ആ ഒരു ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ഒരു സംഭവം വന്നല്ലോ. അത് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത്, വേറൊന്നുമല്ല. എല്ലാവരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് രേണു സുധി എന്തിനാണ് ശരിക്കും ബിഗ് ബോസിൽ പോയത്. അവിടെ ഇത്രയും ക്യാമറ, 72 74 ക്യാമറ ഉള്ളതിൻ്റെ ഇടയിലേക്ക് മറ്റൊരു ക്യാമറയായിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തിരുന്ന് ലൈവായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് രേണു സുധി എന്നൊക്കെ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കമൻസുകൾ വന്നു. എന്നാൽ ലാലേട്ടൻ പറഞ്ഞ കമൻറ്റാണ് ഏറ്റവും കോമഡി. നിങ്ങൾ ആ ഒരു ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ആ ഒരു പരിപാടി, അല്ലെങ്കിൽ അവർ ആ ഒരു ടാസ്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു അഡീഷണൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയുടെ പേരാണ് രേണു സുധി. അതായത് വേറൊന്നുമല്ല, അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ രേണു സുധി മാത്രം അനങ്ങിയിട്ടേ ഇല്ല. എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇനി ലാലേട്ടൻ ഇന്നലെ വന്നപ്പോൾ രേണു സുധിയോടൊരു ചോദ്യം ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു പണിപ്പുര ടാസ്കിലേക്ക് പോകുമ്പോൾ മുട്ടയടിക്കേണ്ട ഒരു അവസ്ഥ ജിസേലിന് വന്നു. പക്ഷെ ജിസേൽ മുട്ടയടിക്കാൻ തയ്യാറല്ല. എന്നാൽ നമ്മുടെ അനുമോളും ശൈത്യയും അങ്ങനെ കുറേ പേര് മുട്ടയടിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അപ്പോൾ രേണു സുധി മുട്ടയടിക്കുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. രേണു സുധിയുടെ തല നിറച്ച് പെയിനാണ് എന്ന് നമ്മുടെ അനുമോളും സരികയും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ലാലേട്ടൻ ഇത് രേണു സുധിയോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കരുതും മിക്കവാറും രേണു സുധി ലാലേട്ടാ മുട്ടയടിച്ചോ, എൻ്റെ തല നിറച്ച് പേനാണെന്ന് അനുമോള് പറഞ്ഞു എന്ന് പറയുമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ രേണു സുധി അയ്യോ ഇല്ല ലാലേട്ടാ, പറ്റത്തില്ല ലാട്ടില്ല, ഒന്നാമതോ ഇത് മൊത്തം എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയുന്ന രേണു സുധിയെ നമ്മൾ അവിടെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെയധികം ഫണ്ണായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും മാക്സിമം എന്ത് വാക്കുകൾ കേട്ടാലും, ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂവിലും മറ്റും അല്ലെങ്കിൽ അവർ സെൽഫായിട്ടൊക്കെ ഇടുന്ന വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ എത്ര ഒരുങ്ങിയാലും എന്നെ കണ്ടാൽ പല്ലിയെ പോലെയാണ് എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതൊക്കെ അങ്ങ് കേൾക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് രേണു സുധി. ശരിക്കും ഒരു ഫണ്ണി ആയിട്ട്, ഇപ്പം നെവിനെ എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നെവിൻ എന്തൊരു എൻജോയ്മെൻ്റ് ആണ്, എന്തൊരു ഫണ്ണാണ്. സത്യത്തിൽ രേണു സുധി എൻ്റർടൈൻമെൻ്റ് അല്ലേ ബിഗ് ബോസിനകത്ത്. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ബിഗ് ബോസിന് പണി കൊടുത്തു എന്ന് പറഞ്ഞത്, ബിഗ് ബോസ് വല്ലയിടത്തെ കൊണ്ടുവന്നിട്ട് രേണു സുധി ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന് റിലാക്സ് ചെയ്യാണ്. ഇപ്പം എന്തായാലും ആരും രേണു സുധിയെക്കുറിച്ച് ചീത്ത വിളിക്കാനും ബഹളം വെക്കാനും പുറത്തില്ലല്ലോ, അല്ലെങ്കിൽ അത് രേണു സുധി കേൾക്കുന്നില്ലല്ലോ.
കുറച്ച് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ബിഗ് ബോസിനകത്ത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേണുസുതി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, എന്നെ പഞ്ഞിക്കിടാതെ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് സീരിയൽ ഗ്രാൻഡ്മ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.